ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വരവ് താമസമായതുകൊണ്ടും ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യ ബലവും നൽകി തന്നതുകൊണ്ടും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഈ യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സകല മഹത്വമാണ് സ്തുതിയും സ്തോത്രം കർത്താവിൻ്റെ പാദപീഠത്തിൽ ആദരവോടെ അർപ്പണം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ അല്പം നേരം ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീണമോ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ദൈവാത്മാവ് നയിക്കപ്പെടുന്ന ദൈവമായി ബന്ധമുള്ള ഒരു കാലഘട്ടത്തിൽ ദൈവം തന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ ശിംശോനെ. എന്നാൽ ആ ശിംശോനെ തകർത്തു കളയേണ്ടതിന്, തൻ്റെ മേലുള്ള ദൈവാത്മാവിനെ കെടുത്തി കളയേണ്ടതിന്, മുടിച്ചു കളയേണ്ടതിന് ഒരു കൂട്ടം ഫെലിസ്ത്യ ശക്തികൾ തനിക്ക് വിരോധമായി മാറി. തന്നെ തന്ത്രങ്ങളിലൂടെ തൻ്റെ കയ്യെ ബന്ധിച്ചു കെട്ടി താൻ ലേഖയിലെത്തിയപ്പോൾ തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വണ്ണം താൻ ബന്ധിക്കപ്പെട്ടു പോയി. എന്നാൽ ശത്രു ആ ബന്ധിക്കപ്പെട്ട അവസ്ഥ കണ്ട് ചിരിച്ചപ്പോൾ, ആർത്തപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്ന് അവന്റെ മേലുള്ള കെട്ടുകൾ എന്ത് ചെയ്തു? അടിച്ചു കളയുവാനിടയായി. ആ ബന്ധനം പൂർണ്ണമായി അഴിയുവാനിടയായി തീർന്നു. എന്നിട്ട് തന്റെ മുന്നിൽ കാണുന്ന ഒരു കഴുതയുടെ അസ്ഥി കഷ്ണം താടിയെല്ലെടുത്ത് തനിക്ക് വിരോധമായി വന്ന 1000 സംഹാരങ്ങളെ, ശക്തികളെ, അഗ്രചർമ്മികളെ എന്ത് ചെയ്തു? കൊന്നുകളയാനിടയായി. കൊന്നുകളഞ്ഞതിനു ശേഷം താൻ ക്ഷീണിച്ച് അവശനായി, ഒരു തുള്ളി വെള്ളം കിട്ടാൻ കഴിയാതെ താൻ എന്ത് ചെയ്തു? ഭാരപ്പെട്ട് നിലവിളിക്കുന്നതായി നമുക്കിപ്പോൾ വായിച്ച വചനത്തിലൂടെ കാണാൻ കഴിയുന്നു. അവൻ വളരെയധികം എന്ത് ചെയ്തു? ദാഹിച്ചു. എന്നിട്ട് യഹോവയോട് നിലവിളിച്ചു, യഹോവേ, നീ എനിക്ക് മഹാജയം എന്ത് ചെയ്തു? തന്നുവല്ലോ. ഇനി ഞാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഈ അഗ്രചർമ്മികളുടെ കൈകളിൽ ഞാൻ വീണ് നശിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം അവനൊരു നീരുറവ തുറന്നു കൊടുത്തു. അവൻ അതിൽ നിന്ന് വെള്ളം കുടിച്ചു, ആശ്വാസം പ്രാപിപ്പാനിടയായി. ഈ സൺഡേ ഞായറാഴ്ച മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നാം ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നാം. ഇന്ന് മനുഷ്യൻ മുഴുവനും ഓടുന്നതിന് വേണ്ടിയാ ഒരു ജയം കാണുവാനാ, ജയം പ്രാപിക്കാനാ. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് ഉടനീളെ പഠിച്ചു വരുമ്പോൾ ജയം കൊടുത്ത അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം മുതൽ, യാക്കോബ് മുതൽ, ഇസഹാക്ക് മുതൽ, അപ്പോസ്തലന്മാർ അടക്കം, അതുപോലെ തന്നെ ദാവീദ്, ശലോമോൻ, ശിംശോൻ, ഇയ്യോബ്, അങ്ങനെ ഒത്തിരി ഭക്തന്മാർ ജയം പ്രാപിച്ചവരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും പറഞ്ഞു, ഈ ലോകത്ത് ജീവിക്കുമെന്ന് നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നതിന് മുന്നിൽ ദൈവം നമുക്ക് എന്ത് നൽകി തരും? പ്രിയമുള്ളവരെ, ജയം നൽകി തരാനിടയാകും. നാം തകർന്ന് തരിപ്പണമായി പരാജയപ്പെട്ടു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ട്. അനേക വ്യക്തി ജീവിതങ്ങൾ കാണാം. പക്ഷേ ദൈവാത്മാവിൽ ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, ദൈവമായി ബന്ധത്തിൽ ജീവിക്കുന്ന, പ്രാർത്ഥനയോടെ മുന്നേറുന്ന ഒരു ദൈവത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ചെറു പ്രായത്തിൽ എൻ്റെ പരാജയം കാണാൻ അനേകർ ആഗ്രഹിച്ചതാ. എന്നാൽ അവരുടെയൊക്കെ മുന്നിൽ ഇന്നും ദൈവം വലിയ ജയം തന്ന് ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായി കൈമാറാം. നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ മുന്നിൽ ദൈവം നിങ്ങൾക്ക് വലിയ ജയം തരുമെന്ന് ഇന്ന് ഞാൻ ഈ മെസ്സേജിലൂടെ ആത്മാവിൽ ദൂത് കൈമാറുകയാ. ശിംശോന് ദൈവാത്മാവിന്റെ ശക്തിയോടെ അവൻ എഴുന്നേറ്റു. അവൻ അഗ്രചർമ്മിയുടെ കയ്യിൽ വീണില്ല. അവന് ദൈവം തക്ക സമയത്ത് ഉറവെ തുറന്നു കൊടുത്തു. കണ്ടോ, നമ്മുടെ തകർച്ച കാണാൻ, നമ്മുടെ ഇല്ലായ്മ കാണാൻ, നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവം നമുക്ക് വലിയ ജയം നൽകി തന്ന് ദൈവം നമ്മെ മാനിക്കുവാനിടയാകും. ഒരിക്കലും പരാജയപ്പെട്ടു പോകുവാൻ
ദൈവം നമ്മളെ ഒരിക്കലും അനുവദിക്കത്തില്ല. ദാവീദിന് അനവധി കാര്യങ്ങളിൽ ദൈവം എന്ത് ചെയ്തു? ജയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരിക്കലും നാം പരാജയപ്പെട്ടു പോകാൻ, പ്രാർത്ഥിക്കുന്നവന് പരാജയമില്ല. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരൊക്കെ നിങ്ങളുടെ പരാജയം കാണാൻ, അധംപനം കാണാൻ, നാശം കാണാൻ, മരണം കാണാൻ നോക്കി നിൽക്കുന്നു, അവരുടെ മുന്നിൽ ദൈവം നിങ്ങൾക്ക് വലിയ ജയം തന്ന് മാനിക്കുമെന്ന് ഈ ഞായറാഴ്ചയിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. അപ്പോൾ തന്നെ വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്: നാമോ നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കണ്ടോ? അപ്പൊ നമുക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ സ്നേഹിച്ച പൂർണ്ണ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് 7 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ആ റോമാലേഖനം 8-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. സങ്കടമോ ആപത്തോ വാളോ കഷ്ടതയോ നഗ്നതയോ എന്ത് വന്നിരുന്നാലും, പട്ടിണിയോ ഉപദ്രവമോ എന്ത് വന്നിരുന്നാലും എന്ത് ചെയ്യത്തില്ല? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ആർക്കും വേർപിരിക്കാൻ കഴിയത്തില്ല. ഈ 7 കൂട്ടം കഷ്ടതയിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യും? ദൈവം ജയം നൽകി തരുവാനിടയായി തീരും. പട്ടിണിയോ സങ്കടമോ ആപത്തോ വാളോ നഗ്നതയോ ഉപദ്രവമോ എന്ത് വന്നിരുന്നാലും, എന്തെല്ലാം അപമാനങ്ങൾ വന്നാലും, എന്തെല്ലാം വേദനകൾ വന്നാലും കർത്താവ് നമ്മെ എന്ത് ചെയ്യും? വിടിവിപ്പാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഒരിക്കലും നാം പരാജയപ്പെട്ടു പോകയില്ല. കാരണം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നാം പരാജയപ്പെട്ടു പോകത്തില്ല. വീടിന്റെ പണി തുടങ്ങി പരാജയപ്പെട്ടു പോയോ? ആരോഗ്യവാനായിരുന്നു, ഇപ്പൊ നിങ്ങൾ പരാജയപ്പെട്ട് കിടക്കുകയായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു, ഇന്ന് കടബാധിതയാൽ പരാജയപ്പെട്ട് കിടക്കുകയാണോ? കുടുംബം നല്ലൊരു കുടുംബജീവിതമായിരുന്നു, എന്നാൽ ഇന്ന് കുടുംബജീവിതം പരാജയപ്പെട്ട് തകർന്നു കിടക്കുകയാണോ? എന്നാൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞായറാഴ്ചയിൽ ഞാൻ ആലോചന കൈമാറുന്നു: നിങ്ങളുടെ പരാജയങ്ങളെ ദൈവം എന്താക്കി മാറ്റും? വിജയമാക്കി മാറ്റും. ഒരിക്കലും നിങ്ങൾ തോറ്റുപോകുവാൻ, ഒരിക്കലും നിങ്ങൾ നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണോ, തീർച്ചയായും നിങ്ങൾ പരാജയപ്പെട്ട് നശിച്ച് മുടിഞ്ഞു പോകത്തില്ല. ഇവിടെ ശിംശോന് വലിയ ജയം കൊടുത്തതുപോലെ, മഹാജയം കൊടുത്തതുപോലെ നിങ്ങൾക്കും ജയം തന്ന് മാനിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിൽ വചനം നമുക്ക് ഏറ്റെടുക്കാം, നമുക്ക് ശ്രദ്ധിക്കാം, ആ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. വലിയ മഹാജയം തരുന്ന ഒരു ദൈവമുണ്ട്. തോറ്റുപോകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. വലിയ ഉന്നതമായ ജയം നൽകി തന്ന് ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പോടെ നമുക്ക് മുന്നേറാം. അതേ, നമ്മുടെ പരാജയങ്ങൾ, തോറ്റുപോകുമെന്ന് പറയുന്നത് ദൈവം വലിയ വിജയം തന്ന് ദൈവം നമ്മെ മാനിക്കും. തോറ്റുപോയ ഒരു വ്യക്തിയുടെ മുഖം കണ്ടാൽ നമുക്കറിയാം ദുഃഖിതന, എന്നാൽ വിജയം കണ്ട ഒരു വ്യക്തിക്ക് അറിയാം അവന്റെ മുഖം സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ നാം സന്തോഷത്തോടെ നമുക്ക് മുന്നേറാം. ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച പരാജയങ്ങളെ ദൈവം വിജയമാക്കുമെന്നുള്ള ഉറപ്പോട് പ്രത്യാശയോടും ഈ ആഴ്ചയിൽ കേട്ട ദൂത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയട്ടെ. അതെ, നമ്മുടെ പരാജയങ്ങളെ ദൈവം എന്താക്കി മാറ്റും? വിജയമാക്കി മാറ്റും. വിജയാളിയാക്കി ദൈവം മാറ്റുമെന്നുള്ള പ്രത്യാശയോടെ ഈ നാളിൽ നമുക്ക് മുന്നേറാം. ഈ കേട്ട ദൂതുകൾ, സന്ദേശം, വചനം നമുക്ക് ആശ്വാസവും വിടുതലും കർത്താവ് നൽകട്ടെ. ശിംശോന് ദൈവം വലിയ വിജയം കൊടുത്തതുപോലെ, തന്റെ പരാജയത്തെ വിജയമാക്കിയതുപോലെ നമ്മുടെ പരാജയങ്ങളെ ദൈവം വിജയമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.